മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള മുസ്ലിം ലീഗ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, നേരത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നു. എന്തായാലും ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് അവിടെ തുടക്കമാവുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ സുർജിത്ത്? റീജിത്ത്, നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. 2 പ്ലോട്ടുകളാണ് മുസ്ലിം ലീഗ് ഇതിനുവേണ്ടി ഏറ്റെടുത്തിരിക്കുന്നത്. 105 വീടുകളാണ് ഈ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്നത്. അതിൽ 65 വീടുകൾ നിർമ്മിക്കുന്ന തൃക്കൈപ്പറ്റയിലെ ഒരു പ്ലോട്ടിൽ അവിടെയാണ് ഈ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രാർത്ഥന നടന്നു കഴിഞ്ഞു, ആ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ എത്തിയ മുസ്ലിം ലീഗിന്റെ സമന്വിതരായ എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അവർ സംസാരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ തന്നെ പങ്കുവെക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരും പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏത് തരത്തിലാണ് പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ പദ്ധതിയുടെ, അതായത് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ്, അതായത് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി മറ്റ് ഔപചാരിക പരിപാടികളാണ്. എത്രയും വേഗത്തിൽ തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. അതെന്തായാലും ആ ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ആ പ്രതികരണത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നേരത്തെ വലിയ രീതിയിലുള്ള ഒരു വിവാദം, താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ അടക്കം അന്വേഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. എന്തായാലും അതിൽ പരിഹാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ലീഗ് നേതൃത്വം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ അല്പസമയത്തിനകം തന്നെ പ്രതികരണം ഉണ്ടാകും. മുസ്ലിം ലീഗിൻ്റെ ഏറ്റെടുത്ത പദ്ധതി അതിപ്പോൾ അതിൻ്റെ നിർമ്മാണം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ ആ ദുരന്തമുണ്ടായ ആ സമയം മുതൽക്ക് തന്നെ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രയാസം, കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, കുടുംബവും വീടും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അവശേഷിച്ചവർക്ക് താഴെ ഭൂമി മേൽ ആകാശം എന്നുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, അത് ജനങ്ങളത് ഏറ്റെടുത്തു. ഞങ്ങൾക്ക് സംഭാവനകൾ നൽകി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വിഭവ സമാഹരണം നടത്താൻ സാധിച്ചു. അപ്പോൾ അതിന് ഇവിടെ 11 ഏക്കർ സ്ഥലം എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ തന്നെ മെയിൻ റോഡിന് സമീപത്ത് തന്നെ, മെയിൻ റോഡിൽ നിന്ന് നേരിട്ട് ആക്സസ് ലഭിക്കുന്ന വിധത്തിലുള്ള 11 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഇന്ന് അതിൻ്റെ 105 വീടുകളുടെ അതിൻ്റെ ആദ്യ വീടിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. മീഡിയ ഒക്കെ ഞങ്ങൾക്ക് നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം കേട്ടോ. ഞങ്ങൾ 8 മാസമാണ് പറയുന്നത്. ഞങ്ങളുടെ പിന്നെ അതിൽ കോൺട്രാക്ടർ ഇവിടെ തന്നെ ഉണ്ട്, അദ്ദേഹം അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇല്ല, അത് ഇപ്പോൾ ഒരു വിവാദം, ഞങ്ങളെ ഭൂമി നല്ലതാണോ, ഇപ്പോൾ നിങ്ങൾക്ക് ദൃക്സാക്ഷികളാവാലോ. ഈ റോഡ് കണ്ടില്ലേ, മുട്ടിൽ ഓർഫനേജിൻ്റെ തൊട്ടടുത്ത് ഇത്ര മെയിൻ റോഡിൻ്റെ വക്ക്, ഞങ്ങളുടെ അത്ര നല്ല ഭൂമി ഒരു പക്ഷേ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ഈ റോഡ് സൈഡിൽ ഇത്ര നല്ല ഭൂമി, അത് ഏറ്റവും സൂപ്പറാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. ശരിയാണ്, തങ്ങൾ പറഞ്ഞതുപോലെ ഫണ്ട് ഞങ്ങൾ കുറച്ചും കൂടി കണ്ടെത്തേണ്ടി വരും. ഫണ്ട് കുറച്ചും കൂടി അത് ഞങ്ങൾ കണ്ടെത്തും, പാർട്ടി അത് ചെയ്യും. പക്ഷേ ആദ്യമേ തങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ദുരിതബാധിതർക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അതാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. വിവാദം ഉണ്ടാക്കുന്ന എന്തിനാ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഇവിടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും എല്ലാവരും ചെയ്യുന്നത് വയനാട്ടിലെ ഇതേ തരം ഭൂമിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാം, ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ഞാനതാ പറഞ്ഞു. ഇനി തോട്ടം പറമ്പ് എന്ന് പറയേണ്ട കാര്യമില്ല. വയനാട്ടിൽ ഇവരൊക്കെ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ്. ഇവിടെ സന്നദ്ധ സംഘടനകൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നത് ഒരേ തരം ഭൂമിയിലാണ്. എല്ലാവർക്കും അനുവാദം കൊടുത്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷമുള്ള അനുവാദങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷപാതം പറ്റൂലല്ലോ.
അത് എല്ലാവർക്കും ഒരു നിയമമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് കാരണം അതാണ്. അതല്ല, ഞങ്ങൾ പദ്ധതി ഇന്ന് ധൈര്യമായിട്ട് തുടങ്ങണതിൻ്റെ ഞങ്ങളുടെ കോൺഫിഡൻസിന് കാരണം എന്ന് പറയുന്നത് അതാണ്. ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം ഉണ്ടാവില്ല, എല്ലാവർക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം പൂർണ്ണമായിട്ട് കിട്ടും. പിന്നെ സമയബന്ധിതമായി തീർക്കുക എന്നുള്ളത് ഇത് ഞങ്ങൾ പാർട്ടി കൊടുത്തതിനൊരു സബ് കമ്മിറ്റി ഉണ്ട്. അവരെല്ലാവരും കൂടി കോൺട്രാക്ടറേറ്റും ഒരു നല്ല സൂപ്പർവൈസറെ വെച്ചിട്ടുണ്ട്, ഒരു PWD എഞ്ചിനീയർ. അതെ, ഒന്നിലും കോംപ്രമൈസ്, നല്ല ആർക്കിടെക്ട്, നല്ല കോൺട്രാക്ടർ, ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ. പണം കുറച്ച് കൂടി കൂടുതൽ ഞങ്ങൾ കണ്ടെത്തണം, അത് പാർട്ടി കണ്ടെത്തും. ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട എന്നുള്ള നിലക്കാണ് ഇതിന് നിശ്ചയിച്ച കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി അതിനെല്ലാ സപ്പോർട്ടും കൊടുക്കും. എന്തായാലും ഇക്കാര്യങ്ങളാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പ് അതാണ് നേതാക്കൾ നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കളുടെ നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. അവർ ഇപ്പോൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിർമ്മാൺ കൺസ്ട്രക്ഷൻസ്, അതുപോലെ മലബാർ ടെക് കോൺട്രാക്ടേഴ്സ് എന്നിവർക്കാണ് ലീഗ് ഇതിൻ്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ലീഗിൻ്റെ മേൽനോട്ടമുണ്ടാകും എന്നുള്ള കാര്യം ലീഗ് നേതൃത്വം വിശദീകരിക്കുകയാണ്. നേരത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്ന വിവാദങ്ങൾ KT ജലീലിനെ പോലുള്ളവരൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനെയൊക്കെ തള്ളിക്കളയുന്നുണ്ട് നേതൃത്വം. 8 മാസത്തിനകം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ലീഗ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ആ ചടങ്ങിൻ്റെ